പണിതിട്ടും പണിതീരാത്ത ഒരു പാലം അതെവിടെയാണെന്ന് ചോദിച്ചാൽ പലയിടത്തും കാണും. പക്ഷേ ഇന്ന് നമ്മൾ പോകുന്നത് കോട്ടയത്തേക്കാണ്. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയായ പരിപ്പ് 900 ചിറ റോഡിന് വേണ്ടി നിർമ്മിച്ച പാലമാണ്. അപ്രോച്ച് റോഡ് ഇല്ലാത്തതിനാൽ 25 വർഷമായി വെറുതെ കിടന്ന് നശിക്കുന്നത്. ഓരോ മഴക്കാലത്തും പ്രദേശത്ത് വെള്ളക്കെട്ടുണ്ടാകാനും നിർമ്മാണം പൂർത്തിയാകാത്ത ഈ പാലം കാരണമാകുന്നു. 2001 പരിപ്പ് 900 ചിറ പാലം നിർമ്മിച്ചത്. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ വികസനത്തിന് ഏറെ ഗുണം ചെയ്യുന്നതായിരുന്നു പാലം. പാലം പണിത് പൂർത്തിയായിട്ടും റോഡ് മാത്രം പാലത്തിൽ മുട്ടിയില്ല. ഇതോടെ പരിപ്പ് 900 ചിറ റോഡിന്റെ വികസനവും മുടങ്ങി. ഇപ്പോൾ ഒരു നോക്കുകുത്തിയുടെ അവസ്ഥയാണ് പാലത്തിന്. ഏത് പാർട്ടിക്കാർ വന്നാലും ഇലക്ഷൻ വരുമ്പോഴും പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോഴും അളവ് കാണിക്കും. ഒരു മാസത്തിനാവും പണി തുടങ്ങുമെന്ന് പറയും. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങോട്ടൊരു പട്ടിക്കുറക്കാൻ വരികയത്. അങ്ങനെയായിപ്പോൾ ഇതിങ്ങനെ നടക്കുന്നത്. സുരേഷ് കുറുപ്പ് MP ആയിരുന്നപ്പോൾ MP ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ മുടക്കിയാണ് പാലം പണിത് തീർത്തത്. പാലത്തിന്റെ ഉയരമാണ് തിരിച്ചടിയായത്. ഇപ്പോൾ പാലം നിർമ്മാണം അശാസ്ത്രീയമെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് പറയുന്നത്. ഇത് തുറന്നു കൊടുക്കാൻ ഞങ്ങൾക്ക് ഈ പാടം കൃഷി ചെയ്യാൻ പറ്റാത്ത നെൽകൃഷി ഞങ്ങൾ ഉപേക്ഷിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ഇപ്പോൾ ഒരു 1 ലക്ഷം രൂപ മുടക്കിയാൽ ഇപ്പം തള്ളിപ്പോകണം, പണ്ട് പിടിച്ച് അടുത്ത വേനൽക്കായാലും കൃഷി ഇറക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞങ്ങൾ ബുദ്ധിമുട്ടി ജീവിക്കുകയാണ്. അത് അധികാരികൾ പാലം പണിത് കൊടുക്കാത്തത്തോളം കാലം ഞങ്ങൾ ഇത് മുന്നോട്ട് അനുഭവിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. 2 പ്രദേശങ്ങളെ ബന്ധിപ്പിക്കാൻ പാലത്തിനോട് ചേർന്ന് താൽക്കാലികമായി ഒരു റോഡുണ്ട്. ഈ റോഡ് വന്നതോടെ ഒരു പാടശേഖരത്തിൽ നിന്ന് മറ്റൊരു പാടശേഖരത്തേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു. ഓരോ വർഷകാലത്തും പ്രദേശം വെള്ളക്കെട്ടിലാകാൻ കാരണം ഇതാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ പാലത്തിന്റെ മുട്ട് കിടക്കുന്നതുകൊണ്ട് ഇവിടെ വെള്ളം കെട്ട് കാരണം ഞങ്ങളുടെ വെള്ളം വീട്ടിൽ മട വീഴുകയും വീടുകളെല്ലാം വെള്ളത്തിനടിയിലായി പോവുക. ഞങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് മറ്റൊരിടത്തോട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് നിൽക്കുകയാണ്. അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് 2 തവണ ടെൻഡർ ക്ഷണിച്ചതാണ്. എന്നാൽ മണ്ണ് ലഭിക്കാനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞ കരാറുകാർ ഇത് ഉപേക്ഷിച്ചു. മറ്റൊരു മഴക്കാലം കൂടി എത്തിയതോടെ വലിയ ആശങ്കയിലാണ് ഇവിടെയുള്ള ജനങ്ങൾ. അപ്രോച്ച് റോഡ് നിർമ്മിച്ച് പണി പൂർത്തിയാക്കിയാൽ ഈ നാട്ടിലുള്ളവർക്ക് അത് വലിയൊരു ആശ്വാസമാകും. എന്റെ പ്രായത്തോടടുപ്പിച്ചുണ്ട് ഈ പാലത്തിന്റെ പ്രായവും. ഇനിയും എന്റെ ഒരു പ്രായം കൂടി കടന്നുപോയാലും ഈ പാലത്തിന്റെ പണി പൂർത്തിയാകുമെന്ന് തോന്നുന്നില്ല. ഈ പാലം എന്നത് ഇവിടുത്തുകാർക്ക് കേവലം ആവശ്യമല്ല, അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.